Hi everyone, so നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. Example 6, prove that 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P of n എന്ന് എടുക്കുന്നു. Let P of n be the given statement. That is 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഓഫ് 1 കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. 2 ഇൻറ്റു 7 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 7 തന്നെ, പ്ലസ് 3 ഇൻറ്റു 5 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 5. അപ്പം 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14, പ്ലസ് 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 5. അപ്പം 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 വരും. 10 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ നമുക്ക് 24 കിട്ടും. 24 ഈസ് ഡിവിസിബിൾ ബൈ 24 ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1. എൻ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് പി ഓഫ് എൻ ട്രൂ ആണെന്ന് കിട്ടി. then അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു പി ഓഫ് കെ ട്രൂ ആണെന്ന്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പം പി ഓഫ് കെ ദാറ്റ് ഈസ് ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ കെ കൊടുക്കുന്നു. 2 into 7 raised to k plus 3 into 5 raised to k minus 5 is divisible by 24. So ഇതിനെ നമുക്ക് 2 into 7 raised to k plus 3 into 5 raised to k minus 5 is equal to 24 into d എന്നെടുക്കാം. അതായത് ഇതിനെ നമുക്ക് 24 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. സോ നമുക്ക് ഇതിനെ 24 into d എന്ന് പറഞ്ഞെടുക്കാം. നേരത്തെയുള്ള പ്രോബ്ലത്തിലൊക്കെ ഞാനിത് പറഞ്ഞാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെനെവർ പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 7 റേസ് ടു കെ പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 5 ഈസ് ഡിവിസിബിൾ ബൈ 24. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് ഇതിനെ നമുക്ക് 24 വെച്ചിട്ട് ഡിവിസിബിൾ ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ പി ഓഫ് കെ, അതായത് ഈ സ്റ്റെപ്പ് നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കും. അതായത് ഈ ഇത്രയും ടേംസിനെ നമ്മളിവിടെ കൊണ്ടുവരാൻ നോക്കും. എന്നിട്ട് അതിന് നമ്മൾ 24d എന്ന് കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് 24d എന്ന് കൊടുക്കുന്നത്? അതായത് നമുക്ക് ഡിവിസിബിൾ ബൈ 24 എന്നാണ്. സോ ഈ 24ൻ്റെ ഒരു ടേം നമുക്കിവിടെ വരണം. അതായത് 24ൻ്റെ ഇത്ര മൾട്ടിപ്പിളാണ് ഇതെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ടേം കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം 2 ഇൻറ്റു 7 റൈസ് ടു കെ പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു 5 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 5 ഇസ് ഈക്വൽ ടു, അപ്പം 2 ഇൻറ്റു 7 റൈസ് ടു കെ മതി. ഇവിടെ 2 ഇൻറ്റു 7 റൈസ് ടു കെ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ 7 റൈസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7 റൈസ് ടു കെ ഇൻറ്റു 7 ആണ് 7 റൈസ് ടു കെ പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ എഴുതാമല്ലോ, 2 ഇൻറ്റു 7 റൈസ് ടു കെ ഇൻറ്റു 7 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻറ്റു 7 റൈസ് ടു കെ മാത്രം മതി. സോ നമ്മളൊരു 7 വെളിയിലെടുക്കുന്നു. 7 ഇൻറ്റു 2 ഇൻറ്റു 7 റൈസ് ടു കെ. വ്യത്യാസമൊന്നുമില്ലല്ലോ. അതായത് ഈ 7 വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 7 റൈസ് ടു കെ ഇൻറ്റു 7 എന്ന് വരും. ഓക്കെ, അതായത് 2 ഇൻറ്റു 7 റൈസ് ടു കെ ഇൻറ്റു 7 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? അടുത്ത ഏത് ടേമാണ് വേണ്ടത്? നമുക്ക് ഈ ടേം ഫുള്ളായിട്ട് വേണം അല്ലേ? അതായത് ഈ 3 ടേം നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ വേണം. അതിന് വേണ്ടി നമ്മൾ പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ ആഡ് ചെയ്യുന്നു, ഒരു മൈനസ് 5 ഇവിടെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മൈനസ് 3 ഇൻറ്റു 5 റേസ് ടു കെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഒരു പ്ലസ് 5 ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടേമിന് മാത്രമാണ് ഇത്രയും ഇങ്ങനെ ചേഞ്ചസ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ 2 ടേമും കൂടെ ബാക്കിയുണ്ട്, അതും കൂടി എഴുതുക. പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 5. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇത്രയും ഈ ടേമിന് 24d എന്ന് കൊടുക്കും. 7 ഇൻറ്റു 24d മൈനസ് 3 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 5 പ്ലസ് 3 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 5. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഈ 7 വെച്ചിട്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു
24D മൈനസ് 7 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 21 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 7 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 35 പ്ലസ് 3 ഇൻറ്റു അപ്പം 3 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ഇൻറ്റു 5 റേസ് ടു കെ ഇൻറ്റു 5 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 5ഉം ഈ 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. അങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 5 റേസ് ടു കെ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് 15 ഇൻറ്റു 5 റേസ് ടു കെ എന്ന് എഴുതാം മൈനസ് 5. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 24D. ഇവിടെ മൈനസ് 21 ഇൻറ്റു 5 റേസ് ടു കെ ഉണ്ട്, ഇവിടെ പ്ലസ് 15 ഇൻറ്റു 5 റേസ് ടു കെ ഉണ്ട്. സോ 21 നിന്ന് 15 പോയി കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. സോ മൈനസ് 6 ഇൻറ്റു 5 റേസ് ടു കെ പ്ലസ് 35ഉം മൈനസ് 5ഉം കൂടെ ആഡ് ചെയ്യുമ്പം 30 കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വേണ്ടേ? നമുക്കിവിടെ 24 ആണ് വേണ്ടത് അല്ലേ? 24ൻ്റെ ഡിവിസിബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 6 ഉണ്ട്, ഇവിടെയും നമുക്കൊരു 6 കൊണ്ടുവരാൻ നോക്കാം. 7 ഇൻറ്റു 24D മൈനസ് 6 ഇവിടെ എടുക്കുന്നു. 6 ഇൻറ്റു 5 റേസ് ടു കെ മൈനസ് 30 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 6 എന്ന് എഴുതാമല്ലോ. ഓക്കെ, സോ 5 റേസ് ടു കെ മൈനസ് 5 ഉണ്ട്. സോ ഈ 5 റേസ് ടു കെ മൈനസ് 5 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, ഇപ്പോൾ കെയ്ക്ക് നിങ്ങളൊരു 2 എന്ന് കൊടുക്കുക. അപ്പോൾ 5 സ്ക്വയർ വരും. 5 സ്ക്വയർ മൈനസ് 5, 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 25 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, അതുപോലെ ഈ കെയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും നമുക്കിവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ അതായത് 5 റേസ് ടു കെ മൈനസ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിളായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ 5 റേസ് ടു കെ മൈനസ് 5ന് ഞാൻ 4p എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എഴുതിക്കുള്ളൂ. ലെറ്റ് 5 റേസ് ടു കെ മൈനസ് 5 ഇസ് ഈക്വൽ ടു 4p, 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. അപ്പം പി എന്ന് പറഞ്ഞാൽ എത്രയോ മൾട്ടിപ്പിൾ, ഏത് മൾട്ടിപ്പിളാണെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് 4 ഇൻറ്റു 10 ആണോ, 4 ഇൻറ്റു 5 ആണോ, 4 ഇൻറ്റു 6 ആണോ, അങ്ങനെ ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് 4 ഇൻറ്റു ബി എന്ന് എടുക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 7 ഇൻറ്റു 24D മൈനസ് 6 ഇൻറ്റു ഇതിന് നമ്മൾ 4p എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 24 ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ടേമിലും 24 ഉണ്ട്. സോ ഞാൻ 24 വെളിയിലെടുക്കുന്നു. അപ്പം ഈ ടേമിൽ 7 ഇൻറ്റു ഡി കിട്ടും മൈനസ് ഇവിടെ നമുക്ക് പി കിട്ടും. ഓക്കെ, 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ 7D മൈനസ് പി എന്ന് കിട്ടി. 7D മൈനസ് പി നമുക്ക് 6 എന്ന് എടുക്കാം. 7D മൈനസ് പി ഇസ് ഈക്വൽ ടു 6 എഴുതിക്കോളാം. ലെറ്റ് 7D മൈനസ് പി ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ 24 ഇൻറ്റു 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 6 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിവിസിബിൾ, അതായത് 24 വെച്ചിട്ട് നമുക്ക് ഡിവിസിബിൾ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, അടുത്ത പ്രോബ്ലം 19th പ്രോബ്ലം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് n എന്ന് പറഞ്ഞെടുക്കുന്നു. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പി ഓഫ് 1 കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കുന്നു. 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. ദെൻ 1 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 12 വരും. 12 എന്ന് പറഞ്ഞാൽ 3യുടെ ഒരു മൾട്ടിപ്പിൾ അല്ലേ. 12 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 4 അല്ലേ. സോ പി ഓഫ് n ഈസ് ട്രൂ എന്ന് നമുക്ക് കിട്ടി. ഇപ്പോഴാണ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് പി ഓഫ് n ട്രൂ ആണെന്ന് കിട്ടി. അടുത്ത് നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ്, അപ്പോൾ പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് വരത്തില്ലേ. ദാറ്റ് ഈസ് കെ പ്ലസ് 2 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 5 എന്ന് വരും. ദാറ്റ് ഈസ് കെ പ്ലസ് 6
ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് ഈ പി ഓഫ് കെ വെച്ചിട്ടാണ് നമുക്കിതിനെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു k+1 ഉണ്ട്, ഇവിടെയും ഒരു k+1 ഉണ്ട്. സോ നമുക്ക് ഈ പി ഓഫ് കെയിൽ നിന്ന് നമുക്ക് k+1നെ എടുക്കാം. അതായത് സോ ഞാനിവിടെ എഴുതാം k ഇൻറ്റു k+1 ഇൻറ്റു k+5 ഇസ് ഈക്വൽ ടു 3D എന്നെടുത്തു. ഓക്കെ, അപ്പം നിങ്ങളിത് ഇവിടെ തന്നെ എഴുതേണ്ടതാണ് കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. ഇവിടെ തന്നെ എഴുതുക. ഇത് കഴിഞ്ഞിട്ട് ഈ പി ഓഫ് കെ എന്ന് പറഞ്ഞ് ഇത് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി അങ്ങനെ എഴുതിയില്ലെങ്കിലും ഫ്രം പി ഓഫ് കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ നിന്ന് k+1 എടുക്കുന്നു. ഇറ്റ് ഈസ് k+1 എങ്ങനെ കിട്ടും? 3D ഡിവൈഡ് ബൈ k ഇൻറ്റു k+5 എന്ന് കിട്ടുമല്ലോ. ഓക്കെ, ഈ കെയെയും k+5നെയും കൂടെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് k+1ൻ്റെ വാല്യൂ കിട്ടും. ദെൻ ആ k+1ൻ്റെ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ k+1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു D ഡിവൈഡ് ബൈ k ഇൻറ്റു k+5 ഇൻറ്റു k+2 ഇൻറ്റു k+6. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 3 ഇൻറ്റു D ഇൻറ്റു k+2 ഇൻറ്റു k+6 ദ ഹോൾ ഡിവൈഡ് ബൈ k ഇൻറ്റു k+5. അപ്പോൾ ഇത്രയത്തിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത്രയത്തിനെ ഈ ഇത്രയും ടേമിനെ ഞാൻ എം എന്ന് എടുത്തെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 3 ഇൻറ്റു എം എന്ന് എഴുതാം. സോ എം ടൈംസ് മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാം. ഇപ്പം k ഇൻറ്റു k+1 ഇൻറ്റു k+5നെ k+1 ഇൻറ്റു k+5 മൾട്ടിപ്ലൈ ചെയ്യുക. k ഇൻറ്റു k എന്ന് പറഞ്ഞാൽ k² + 5k. അങ്ങനെ കുറച്ചുകൂടെ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതിലും എളുപ്പമാണ്. അത് ഇത്രയും വെച്ചിട്ട് എഴുതി പെട്ടെന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് കൺക്ലൂഡും ചെയ്യുക. ഓക്കെ, അടുത്ത 22nd പ്രോബ്ലം. 3^2n + 2 - 8n - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് പറഞ്ഞെടുക്കുന്നു. ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 3^2n + 2 - 8n - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പി ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് 3^2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ, +2 - 8 - 9. അപ്പം 3^4 എന്ന് വരും. ഓക്കെ, -8 - 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -17 വരും. 3^4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 81. സോ ഇതെന്ന് പറഞ്ഞാൽ 81 - 17 ഉള്ളൂ. ഇപ്പോൾ 81 - 17 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് 64 കിട്ടും. 64 ഈസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, 8 ഇൻറ്റു 8 അല്ലേ നമുക്ക് 64. സോ നമുക്ക് പി ഓഫ് എൻ ഈസ് ട്രൂ എന്ന് കിട്ടി. എപ്പോഴാണ് പി ഓഫ് എൻ ഈസ് ട്രൂ? ഫോർ n ഈസ് ഈക്വൽ ടു 1. n ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ പി ഓഫ് എൻ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പി ഓഫ് കെ കണ്ടുപിടിക്കണം എന്നല്ല, നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് അതുപോലെ എഴുതിക്കോളാം കേട്ടോ. പി ഓഫ് എൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദറ്റ് ഈസ് 3^2k + 2 - 8k - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഷോ ദാറ്റ് പി ഓഫ് കെ +1 ഈസ് ട്രൂ. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് കെ +1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3^2 ഇൻറ്റു k +1 + 2 - 8 ഇൻറ്റു k +1. അതായത് k ഉള്ളിടത്തെല്ലാം നമ്മൾ k +1 കൊടുക്കുന്നു. -9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അതായത് ഈ ടേം, അതായത് 3^2k + 2 - 8k - 9 ഈസ് ഡിവിസിബിൾ ബൈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 3^2k + 2 - 8k - 9 ഈസ് ഈക്വൽ ടു 8D എന്ന് എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് ഇവിടെ തന്നെ എഴുതിക്കോളാം കേട്ടോ. ഇങ്ങനെ എടുക്കാമല്ലോ. സോ ഈ ഒരു ടേം നമുക്ക്, അതായത് ഈ 8D എന്നുള്ളത് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ദാറ്റ് ഈസ് 3^2 ഇൻറ്റു k എന്ന് പറഞ്ഞാൽ 2k + 2 ഇൻറ്റു 1 2 + 2
മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9 എന്നെടുക്കുന്നു. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ 3^2k, അതായത് ഈ ഫസ്റ്റ് ടൈമിനെ 3^2k പ്ലസ് 2 എന്നുള്ളതിനെ 3^2k പ്ലസ് 2 ഇൻറ്റു 3² എന്ന് എഴുതാമല്ലോ. അതായത് 3^2k പ്ലസ് 2 ഇൻറ്റു 3^2. ഇത് ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3^2k പ്ലസ് 2 എന്ന് കിട്ടുമല്ലോ. അത് തന്നെയല്ലേ ഇത്. ഓക്കെ, നമ്മളിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ദറ്റ് ഈസ് 2^2k പ്ലസ് 2 ഇൻറ്റു 3² എഴുതുന്നു. മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9 എന്ന് എഴുതി. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് 3^2k പ്ലസ് 2 ആണ് ഫസ്റ്റ് ടൈം വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 3² വെളിയിലെടുക്കാം. ദെൻ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? 3^2k പ്ലസ് 2. ദെൻ ഈ ടേമാണ് നമുക്കിവിടെ കൊണ്ടുവരേണ്ടത് അല്ലേ. അതിനുവേണ്ടി എന്ത് വേണം? ഒരു മൈനസ് 8k നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ മൈനസ് 9ഉം കൊടുക്കണം. സോ മൈനസ് 8k കൊടുത്തുകൊണ്ട് പ്ലസ് 8kയും കൊടുക്കുന്നു, പ്ലസ് 9ഉം കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ബാക്കി ഇനി ഏത് ടേമും കൂടെ ഉണ്ട്? ഈ 2 ടേമും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9, ഇത്രയും കൂടി ഉണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് 3² ഇൻറ്റു അപ്പോൾ 2^2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9, ഇത്രയും ടൈമിന് നമുക്ക് 80 എന്ന് കൊടുക്കാം. പ്ലസ് 8k പ്ലസ് 9 മൈനസ് 8 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 9 എന്ന് വരും. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 3² വെച്ചിട്ട് ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 9 ഇൻറ്റു 8d പ്ലസ് 9 ഇൻറ്റു 8k പ്ലസ് 9 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 81. ദെൻ ഇവിടെ മൈനസ് 8k മൈനസ് 8 മൈനസ് 9 എന്ന് വരും. സോ നമുക്കിവിടെ നോക്കിയേ, ഇവിടെ 9 ഇൻറ്റു 8k ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 8k ഉണ്ട്. അപ്പോൾ 9 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 72 വരും അല്ലേ. 72k ഉണ്ട്, മൈനസ് 8k ഉണ്ട്. അപ്പം 72ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്ത് 64k വരും. ഓക്കെ, അപ്പം 9 ഇൻറ്റു 8d പ്ലസ് 64k. ഇവിടെ ഒരു 81 ഉണ്ട്. ഇവിടെ നോക്കിയേ, മൈനസ് 8ഉം മൈനസ് 9ഉം ഉണ്ട്. സോ മൈനസ് 8ഉം മൈനസ് 9ഉം ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 17 കിട്ടും. സോ 81 മൈനസ് 17 എന്ന് പറഞ്ഞാൽ നമുക്ക് 64 കിട്ടും. ദറ്റ് ഈസ് പ്ലസ് 64 വന്നു. ഓക്കെ, സോ ദെൻ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഏതാണ് ഡിവിസിബിൾ ബൈ 8 എന്നാണ് വേണ്ടത്. സോ നമ്മൾ 8നെ വെളിയിലെടുക്കാൻ നോക്കുന്നു. സോ ഇവിടുന്ന് 8നെ വെളിയിലെടുക്കുമ്പോൾ 90 പ്ലസ് 8k പ്ലസ് 8 എന്ന് വരും. ഓക്കെ, സോ ഈ 90 പ്ലസ് 8k പ്ലസ് 8നെ ഞാൻ എം എന്നോ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് എടുക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 8m എന്നെഴുതും. സോ നമുക്ക് കിട്ടിയല്ലോ, എം എന്ന് പറഞ്ഞാൽ അത്രയും ടൈംസ് മൾട്ടിപ്പിളാണ്, 8ൻ്റെ അത്രയും മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ലാസ്റ്റ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തോളൂ. സോ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. 23rd പ്രോബ്ലം. 41^n മൈനസ് 14^n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അപ്പോൾ ഇത് നമ്മൾ ഡിവിസിബിൾ ഓഫ് എന്ന് പറഞ്ഞ് ചെയ്തില്ലേ, അതുപോലെ തന്നെ സെയിം ആണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എന്ന് എടുക്കും, പി ഓഫ് എൻ എന്ന് പറഞ്ഞെടുക്കുന്നു. ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 41n മൈനസ് 14n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. സോ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 41^1 മൈനസ് 14. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പം 41^1 മൈനസ് 14 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 27 ആണ് വരുന്നത് അല്ലേ. 27 വരും. അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 27 ആണ്. സോ നമുക്ക് പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ട് കിട്ടി. പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1. എൻ 1 ആകുമ്പോൾ പി ഓഫ് എൻ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. ദിസ് പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ
41 raised to k minus 14 raised to k is a multiple of 27. So ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 41 raised to k minus 14 raised to k is equal to 27 into d എന്ന് എഴുതും. നമ്മൾ നേരത്തെയൊക്കെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് p of k plus 1 ട്രൂ ആണെന്ന് കാണിക്കണം. ഷോ ദാറ്റ് p of k plus 1 is true whenever p of k is true. p of k ട്രൂ ആണെങ്കിലാണ് നമുക്ക് p of k plus 1 ട്രൂ ആണെന്ന് കാണിക്കാൻ പറ്റുന്നത്. സോ p of k plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? That is 41 raised to k plus 1 minus 14 raised to k plus 1 is a multiple of 27. So that is നമുക്ക് ഈ 41 raised to k plus 1 minus 14 raised to k plus 1നെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇതാണ് നമുക്ക് ഡിവിസിബിൾ ബൈ 27 എന്ന് കാണേണ്ടത്. സോ 41 raised to k plus 1 minus 14 raised to k plus 1 is equal to നമുക്ക് ഈ ടേം, അതായത് ഇത്രയുമാണ് ഇവിടെ നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 41 raised to k ആണ്. സോ ഈ 41 raised to k നമുക്ക് ഇവിടെ കൊണ്ടുവരണം, ഫസ്റ്റ് ടേം ആക്കി കൊണ്ടുവരണം. സോ ഇവിടെ 41 raised to k plus 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 41 raised to k ഇൻറ്റു 41 എന്നാണ്. ഓക്കെ, സോ ഞാനിവിടെ ഒരു 41 വെളിയിലെടുക്കുന്നു. ദെൻ എന്ത് വരും? ബ്രാക്കറ്റിനുള്ളിൽ 41 raised to k വരും. ദെൻ ഒരു മൈനസ് 14 raised to k കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലസ് 14 raised to k കൂടെ കൊടുക്കണം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിനെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് നടത്തിയത്. ഓക്കെ, ദെൻ ഇനി എന്തും കൂടെ ഉണ്ട്? മൈനസ് ഒരു 14 raised to k plus 1 കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 41 ഇൻറ്റു ഈ ഇത്രയും ടേമിന് നമുക്ക് 27d എന്ന് കൊടുക്കാം, പ്ലസ് 14 raised to k minus 14 raised to k plus 1. So this is equal to, ഇനി ഈ 41 വെച്ച് നമുക്ക് ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് 41 ഇൻറ്റു 27 ഇൻറ്റു ഡി പ്ലസ് 41 ഇൻറ്റു 14 raised to k മൈനസ് 14 raised to k ഇൻറ്റു 14 എഴുതാമല്ലോ. 14 raised to k plus 1 14 raised to k ഇൻറ്റു 14 എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 41 ഇൻറ്റു 14 raised to k ഉണ്ട്. ദെൻ 14 ഇൻറ്റു 14 raised to k ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ആണല്ലോ. സോ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 27, 41 നിന്ന് 14 പോയി കഴിഞ്ഞാൽ നമുക്ക് 27 ഇൻറ്റു 14 raised to k എന്ന് കിട്ടുമല്ലോ. സോ 41 ഇൻറ്റു 27d, ഇതിനെ രണ്ടിനെയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് 27 ഇൻറ്റു 14 raised to k എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 27 ഉണ്ട്, ഇവിടെ ഒരു 27 ഉണ്ട്. 27 നമ്മൾ വെളിയിലെടുക്കും. അതായത് നമുക്കിവിടെ 27 വെളിയിൽ കൊണ്ടുവരണം, അതായിരിക്കണം നമ്മുടെ എയിം. സോ എന്നാലേ നമുക്ക് 27ൻ്റെ മൾട്ടിപ്പിളാന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ 27 വെളിയിലെടുക്കുന്നു. ദെൻ 41d പ്ലസ് 14 raised to k എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു പി എന്ന പോലെ എടുക്കാം. അപ്പം പി എന്ന് പറഞ്ഞാൽ എന്താണ്? 41d പ്ലസ് 14 raised to k നമുക്ക് ലെറ്റ് പി എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പം ഈ 41d പ്ലസ് 14 raised to kനെ നമ്മൾ പി എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 27 ഇൻറ്റു ഈ ടൈമിന് നമുക്ക് പി എന്ന് കൊടുക്കാം. സോ 27 ഇൻറ്റു പി എന്ന് കിട്ടും. അപ്പം ഇത്രയും ടൈംസ് 27ൻ്റെ ഇത്രയും ടൈംസ് മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടും. Okay, so hence it is proved. So by the principle of mathematical induction, p of n is true for all positive integer n. Okay, അത്രയും കൂടെ എഴുതി വയ്ക്കുക.